നമസ്കാരം, എല്ലാവർക്കും വ്യവസായ കേരളത്തിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളല്ല, മറിച്ച് തംബ്നെയിലിൽ നിങ്ങൾ കണ്ടതുപോലെ പ്രമുഖ മൊബൈൽ ഫോൺ നിർമ്മാതാക്കളായ ഓപ്പോ അവരുടെ പുതിയ എഫ് സീരീസിൽ പെടുന്ന ഫോണുകൾ ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട്. ആ ഫോണുകളുടെ വിശദാംശങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്. സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ചാനലിൽ എന്താണ് ഒരു ഫോൺ റിവ്യൂവിൻ്റെ കാര്യം എന്ന് ചിന്തിക്കുന്നുണ്ടാവാം. നമ്മളെല്ലാവരും തന്നെ മൊബൈൽ ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന ആളുകളാണ്, അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വലിയ വില കൊടുത്ത് എല്ലാവർക്കുമൊന്നും ക്യാമറകൾ വാങ്ങാൻ സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ നമ്മൾ ആശ്രയിക്കുന്നത് തീർച്ചയായും മൊബൈൽ ഫോണുകളെ തന്നെയാണ് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി അല്ലെങ്കിൽ വീഡിയോഗ്രാഫിക്ക് വേണ്ടി ആശ്രയിക്കുന്നത്. അത്തരക്കാർക്ക് പറ്റുന്ന ഒരു ഫോൺ, ബഡ്ജറ്റ് റേഞ്ചിൽ നിൽക്കുന്ന ഒരു ഫോൺ എന്ന് തോന്നിയതുകൊണ്ടാണ് ഓപ്പോയുടെ ഇപ്പോൾ പുറത്തിറക്കിയിട്ടുള്ള എഫ് സീരീസിൽ പെടുന്ന F31 അതിൻ്റെ വിവിധ മോഡലുകളെക്കുറിച്ച് പറയാം എന്ന് കരുതിയത്. ഓപ്പോ അവരുടെ ഏറ്റവും ജനപ്രിയ സീരീസ് എന്ന് അവകാശപ്പെടുന്ന എഫ് സീരീസിൽ ഇപ്പോൾ 3 മോഡലുകളാണ് പുതിയതായി പുറത്തിറക്കിയിട്ടുള്ളത്. F31 Pro, F31 Pro Plus എന്നിവയാണ് ആ 3 മോഡലുകൾ. ഡ്യൂറബിലിറ്റി, റിലയബിൾ, പെർഫോമൻസ് എന്നിവയെല്ലാം ഒത്തിണങ്ങിയ ഒരു ഫോണിന് വേണ്ടിയിട്ടുള്ള ഇന്ത്യൻ ഉപഭോക്താക്കളുടെ അന്വേഷണത്തെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയാണ് തങ്ങൾ ഈ ഒരു ഫോൺ പുറത്തിറക്കിയിരിക്കുന്നതെന്നാണ് ഓപ്പോ അവകാശപ്പെടുന്നത്. F31 സീരീസിൽ പെടുന്ന വിവിധ മോഡലുകളിൽ സ്നാപ്ഡ്രാഗൺ, അതോടൊപ്പം തന്നെ ഡയമൻസിറ്റി തുടങ്ങിയ പ്രോസസ്സറുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 7000 mAh ബാറ്ററിയാണ് ഈ ഒരു ഫോണിൽ കമ്പനി നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ കൂടുതൽ നെറ്റ്വർക്ക് ലഭിക്കുന്നതിനായി, അല്ലെങ്കിൽ നെറ്റ്വർക്ക് ബൂസ്റ്റ് ചെയ്യുന്നതിനായി ഹണ്ടർ ആൻറ്റിന 2.0, അതോടൊപ്പം തന്നെ ഫോട്ടോ എഡിറ്റിങ്ങിനായി നിരവധിയായിട്ടുള്ള AI ഫീച്ചേഴ്സുകൾ എന്നിവയെല്ലാം ഓപ്പോ ഈ ഒരു സീരീസിൽ പെടുന്ന ഫോണുകളിൽ നൽകിയിട്ടുണ്ട്. ഗെയിമിങ്ങിന് വേണ്ടിയൊക്കെ ഈ ഒരു ഫോൺ ഉപയോഗിക്കുന്ന ആളുകൾക്ക് സ്മൂത്തായി ഫോൺ വർക്ക് ചെയ്യുന്നതിന് വേണ്ടി ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഹീറ്റ് മാനേജ്മെന്റ് സിസ്റ്റമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് എന്നാണ് ഓപ്പോ അവകാശപ്പെടുന്നത്. 35,000 രൂപയിൽ താഴെ വിലയുള്ള ഏറ്റവും സ്മൂത്തും അതോടൊപ്പം തന്നെ നീണ്ടു നിൽക്കുന്നതുമായ ഒരു സ്മാർട്ട് ഫോൺ അന്വേഷിക്കുന്നവർക്ക് ധൈര്യമായി ചൂസ് ചെയ്യാവുന്ന ഒരു മോഡലാണ് F31 സീരീസിൽ പെടുന്ന ഫോണുകൾ എന്നും കമ്പനി പറയുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് 30,000 രൂപയിൽ താഴെ മെറ്റൽ ഫ്രെയിമോട് കൂടി വരുന്ന ഒരു ഫോൺ എന്ന് പറയുന്നത് ഈ ഒരു ഫോണിൻ്റെ ഒരു പ്രത്യേകതയായി തന്നെ എനിക്ക് തോന്നി. എയറോസ്പേസ് ഗ്രേഡ് AM04 അലുമിനിയം അലോയ് ഫ്രെയിമാണ് ഈ ഒരു ഫോണിന് കമ്പനി നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ IP66, IP68, IP69 പ്രൊട്ടക്ഷനുകളും ഈ ഒരു ഫോണിനുണ്ട് എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന 18ഓളം വരുന്ന ലിക്വിഡുകളിൽ നിന്നുള്ള സംരക്ഷണം ഈ ഒരു ഫോൺ നൽകുന്നുണ്ട് എന്ന് കമ്പനി പറയുന്നു. കൊച്ചിയിൽ വെച്ച് ഈ ഒരു ഫോണിൻ്റെ ലോഞ്ചിങ് സെറമണി നടക്കുന്ന സമയത്ത് ഒരു ബൗളിൽ ഈ ഫോൺ വെക്കുകയും അതോടൊപ്പം തന്നെ നമ്മൾ നിത്യജീവിതത്തിൽ സ്ഥിരം ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള ദ്രാവകങ്ങൾ, അതായത് ചായ, കോഫി, ജ്യൂസ് തുടങ്ങി നിരവധിയായിട്ടുള്ള പാനീയങ്ങൾ ഈ ഒരു ഫോണിലേക്ക് ഒഴിക്കുകയും അതിനുശേഷം ഈ ഫോൺ തിരിച്ചെടുത്ത് തുടച്ച് വീണ്ടും പഴയ രീതിയിൽ തന്നെ സ്മൂത്തായി ഉപയോഗിക്കുന്ന രീതിയിലൊക്കെ അവർ ചെക്ക് ചെയ്ത് കാണിച്ചു തരികയും ഒക്കെ ചെയ്തിരുന്നു. പിന്നെ ഇവർ അവകാശപ്പെടുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഫോണിൽ എയർ ബാഗ് സിസ്റ്റം ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഫോൺ അബദ്ധവശാൽ താഴെയൊക്കെ ഒന്ന് വീഴുമ്പോൾ സാധാരണഗതിയിൽ ഫോണുകളിലെ ഇലക്ട്രോണിക് കമ്പോണൻറ്റുകൾക്ക് അനക്കം തട്ടുകയും അത് ഡാമേജ് ആയി പോകാനുള്ളൊരു സാധ്യതയൊക്കെയുണ്ട്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഇന്റേണൽ കമ്പോണൻറ്റുകൾക്ക് എയർ ബാഗ് പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട് എന്നുള്ളതാണ് കമ്പനിയുടെ മറ്റൊരു അവകാശവാദം. ഈ ഒരു ഫോൺ താഴെ വീണാലും ഇന്റേണൽ കമ്പോണൻറ്റുകൾക്ക് കാര്യമായ ഷെയ്ക്ക് അല്ലെങ്കിൽ കാര്യമായൊരു ഡാമേജ് ഒന്നും ഉണ്ടാകില്ല എന്നുള്ളതാണ് കമ്പനി അതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓപ്പോ F31 സീരീസ് ഫോണുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഡ്യുവൽ എഞ്ചിൻ സ്മൂത്ത്നെസ് സിസ്റ്റം നമുക്ക് ഒരു ആപ്പിൽ നിന്ന് പെട്ടെന്ന് തന്നെ മറ്റൊരു ആപ്പിലേക്ക് മാറുന്നതിനോ അതോടൊപ്പം തന്നെ വളരെ സ്മൂത്തായി ഫോൺ ഉപയോഗിക്കുന്നതിനുമൊക്കെ ഉപകരിക്കും എന്നാണ് കമ്പനി പറയുന്നത്. 72 മാസം തുടർച്ചയായി നമുക്ക് കാര്യമായ പ്രോബ്ലങ്ങളൊന്നുമില്ലാതെ, ഫോൺ ലാഗിംഗ് ഒന്നുമില്ലാതെ ഉപയോഗിക്കാൻ കഴിയും എന്നാണ് അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. We are extremely pleased to bring you the Oppo F31 series here in Kerala. This phone is durable, smooth and powerful. Durable since it's protected from 18 different liquids and a 360-degree armor body. Smooth because it's powered by Oppo's proprietary luminous rendering engine and Trinity engine. And powerful because it is again led by and powered by some of the leading chipsets in the industry. We hope you enjoy it
as much as we enjoyed building it. Thank you. F31 Pro Plus മോഡലിൽ ഹാൽക്കൺ സ്നാപ്ഡ്രാഗൺ 7 Gen 3 ചിപ്സെറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതേസമയം F31ൽ 6 നാനോമീറ്റർ ഡയമൻസിറ്റി 6300 മോഡൽ ചിപ്സെറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതേസമയം ഈ മൂന്ന് മോഡലുകളിലും ഉപയോഗിച്ചിരിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം സെയിം തന്നെയാണ്. കളർ OS 15 ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലാണ് F31, F31 Pro, F31 Pro Plus മോഡലുകൾ പ്രവർത്തിക്കുന്നത്. ബയോ ഇൻസ്പയർഡ് ഇലക്ട്രോലൈറ്റ് റിപ്പയർ ടെക്നോളജി ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന 7000 mAh ബാറ്ററിയാണ് ഈ മൂന്ന് മോഡലുകളുടെയും പവർ ഹൗസ് എന്ന് പറയാം. ഇത് 1800 സൈക്കിളുകൾക്ക് ശേഷം 80% ശേഷി നിലനിർത്തും എന്നാണ് കമ്പനിയുടെ അവകാശവാദം. ഇത് 5 വർഷത്തെ ദൈനംദിന ഉപയോഗത്തിന് തുല്യമാണ് എന്നും കമ്പനി പറയുന്നുണ്ട്. ഒരു ദിവസം മുഴുവൻ നമുക്ക് മൊബൈൽ ഫോണിൽ ജോലികൾ ചെയ്യേണ്ടി വരുന്ന ആളുകൾ, അതായത് ഡെലിവറി സ്റ്റാഫുകൾ, അതോടൊപ്പം തന്നെ വ്യാപാരികൾ, മറ്റ് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ജോലികളൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ഫോൺ സ്വിച്ച് ഓഫായി പോകും എന്ന പേടിയില്ലാതെ തന്നെ ഫോൺ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഈ ഒരു ബാറ്ററി ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നാണ് കമ്പനി പറയുന്നത്. ഈ ഒരു ഫോണിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ക്യാമറ സെറ്റപ്പ് തന്നെയാണ് കമ്പനി ഈ ഒരു ഫോണിൽ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ്. F31ൻ്റെ അടിസ്ഥാന മോഡലിൽ 16 MB ക്യാമറയാണ് നൽകിയിരിക്കുന്നത്. എന്നാൽ മറ്റു മോഡലുകളിൽ 50 MB OIS മെയിൻ ക്യാമറ, 2 MB മോണോക്രോം ക്യാമറ, 32 MB സെൽഫി ക്യാമറ എന്നിവ കമ്പനി നൽകിയിട്ടുണ്ട്. 4K വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിനും അതോടൊപ്പം തന്നെ അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി എടുക്കുന്നതിനുമൊക്കെ ഈ ക്യാമറ വളരെ യൂസ്ഫുൾ ആയിരിക്കും എന്നതാണ് കമ്പനിയുടെ ഒരു അവകാശവാദം. കൊച്ചിയിലെ ഫോണിന്റെ ലോഞ്ചിങ് സമയത്ത് ബൗളിൽ നിറച്ച വെള്ളത്തിനുള്ളിൽ ഈ ഫോൺ ഇറക്കി ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഫോട്ടോ എടുത്ത ശേഷം ഫോൺ വെള്ളത്തിൽ നിന്ന് പുറത്തെടുത്ത് ഉപയോഗിച്ച് നോക്കുമ്പോഴും മറ്റ് ഫോണിൻ്റെ പ്രവർത്തനങ്ങളിലൊന്നും വേറെ ഡാമേജുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസോ ഒന്നും കണ്ടില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മികച്ച രീതിയിലുള്ളൊരു അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫിക്ക് പറ്റുന്ന ഒരു ഫോൺ എന്ന് പറയുന്നത് തീർച്ചയായും ഒരു നല്ല കാര്യം തന്നെയാണ്. ഓപ്പോ പറയുന്നത് ബഡ്ജറ്റ് റേഞ്ചിൽ ഫ്ലാഗ്ഷിപ്പ് മോഡലുകളോട് കിടപിടിക്കാൻ കഴിയുന്ന ഡിസൈനോട് കൂടിയ ഒരു ഫോൺ എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് F31 സീരീസ് ഫോണുകൾ ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത് എന്നാണ്. F31 Pro Plus മോഡൽ ജെംസ്റ്റോൺ ബ്ലൂ, ഹിമാലയൻ വൈറ്റ്, ഫെസ്റ്റിവൽ പിങ്ക് എന്നീ നിറങ്ങളിലാണ് ലഭിക്കുക. അതേസമയം F31 Pro ഡെസേർട്ട് ഗോൾഡ്, സ്പേസ് ഗ്രേ നിറങ്ങളിൽ ലഭിക്കും. F31 മോഡലിനാവട്ടെ മിഡ് നൈറ്റ് ബ്ലൂ, ക്ലൗഡ് ഗ്രീൻ, ബ്ലൂം റെഡ് ഫിനിഷുകളാണ് കമ്പനി നൽകിയിരിക്കുന്നത്. F31 Pro Plus മോഡലിന് 6.8 ഇഞ്ച് ഫ്ലാറ്റ് അമലോയിഡ് ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. ഈ ഫോണിൻ്റെ സ്ക്രീൻ ടു ബോഡി റേഷ്യോ എന്ന് പറയുന്നത് 93.5% ആണ്. അതേസമയം F31 Pro, F31 മോഡലുകളിൽ 6.57 ഇഞ്ച് ഫ്ലാറ്റ് അമലോയിഡ് ഡിസ്പ്ലേയും അണ്ടർ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറുമാണ് നൽകിയിരിക്കുന്നത്. F31 സീരീസിൽ പെടുന്ന 3 മോഡലുകൾക്കായി 7 വേരിയൻറ്റുകളാണ് കമ്പനി ഇപ്പോൾ നിലവിൽ പുറത്തിറക്കിയിരിക്കുന്നത്. ഏറ്റവും ബേസ് മോഡൽ എന്ന് പറയുന്ന 23,000 രൂപ വില വരുന്ന ഫോൺ 8 GB റാമും അതോടൊപ്പം തന്നെ 128 GB ഇൻറ്റേർണൽ സ്റ്റോറേജും ഉൾപ്പെടുന്നതാണ്. F31ൻ്റെ തൊട്ടടുത്ത മോഡലായിട്ടുള്ള 8 GB റാം 256 GB ഇൻറ്റേർണൽ സ്റ്റോറേജുള്ള മോഡലിന് 24,999 രൂപയാണ് വില. F31 Pro മോഡലിനാണെങ്കിൽ 8 GB പ്ലസ് 128 GB ഇൻറ്റേർണൽ സ്റ്റോറേജ്, അതാണ് ബേസ് മോഡൽ വരുന്നത്. ഇതിന് 26,999 രൂപയാണ് വില. 8 GB റാമും 256 GB ഇൻറ്റേർണൽ സ്റ്റോറേജുമുള്ള F31 Pro മോഡലിൻ്റെ സെക്കൻഡ് വേരിയൻറ്റിന് 28,999 രൂപയാണ് വില. അതേസമയം 12 GB റാമും 256 GB ഇൻറ്റേർണൽ സ്റ്റോറേജുമുള്ള ടോപ്പ് വേരിയൻറ്റിന് 30,999 രൂപ വിലയാകും. F31 സീരീസിലെ ഏറ്റവും ഉയർന്ന മോഡലായ F31 Pro Plusന് 2 വേരിയൻറ്റുകളാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അത് 8 GB റാമും 256 GB സ്റ്റോറേജും അതോടൊപ്പം തന്നെ 12 GB റാമും 256 GB ഇൻറ്റേർണൽ സ്റ്റോറേജും ഉള്ളതാണ്. 8+ 256 GB വേരിയൻറ്റിന് 32,999 രൂപയും ടോപ്പ് വേരിയൻ്റ് ആയിട്ടുള്ള 12 GB പ്ലസ് 256 GB വേരിയൻറ്റിന് 34,999 രൂപയുമാണ് വില. 35,000 രൂപയിൽ താഴെ ഒരു ബഡ്ജറ്റ് ഫോൺ നോക്കുന്ന ആൾക്ക് മികച്ച ഫോട്ടോഗ്രാഫി സ്പെസിഫിക്കേഷൻസ് അതോടൊപ്പം തന്നെ മികച്ച എന്ന് പറയാൻ കഴിയില്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി സ്പെസിഫിക്കേഷൻ അതോടൊപ്പം തന്നെ മികച്ചൊരു ബാറ്ററി കപ്പാസിറ്റി, അത്യാവശ്യം മഴ നനഞ്ഞാലോ അല്ലെങ്കിൽ അത്യാവശ്യം ചൂടുള്ള കാലാവസ്ഥയിലോ പൊടിയുള്ള കാലാവസ്ഥയിലോ ഒക്കെ ഉപയോഗിക്കുമ്പോഴും കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാത്ത ഒരു ഫോൺ,
അതോടൊപ്പം തന്നെ മികച്ച ഹീറ്റ് മാനേജ്മെൻ്റ് ഉള്ള ഒരു ഫോൺ, ഇതൊക്കെ നോക്കുന്ന ഒരാൾക്ക് തീർച്ചയായും പരിഗണിക്കാൻ കഴിയുന്ന ഒരു മോഡലാണ് ഇപ്പോൾ ഓപ്പോ പുറത്തിറക്കിയിരിക്കുന്ന ഈ F31 സീരീസിൽപ്പെടുന്ന ഫോണുകൾ എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഏതായാലും നിങ്ങൾ ഈ ഒരു ഫോണിൻ്റെ കൂടുതൽ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളുമൊക്കെ നോക്കി നിങ്ങൾക്ക് ഇണങ്ങുന്ന ഒരു ഫോണാണെങ്കിൽ തീർച്ചയായും ഈ ഒരു ഫോൺ വാങ്ങുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.